ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന. അർജന്റീൻ യുവ സൂപ്പർ താരമായ തിയാഗോ അൽമേഡ സമീപകാലത്ത് അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. അർജന്റീനയുടെ സമീപകാലത്തെ റിസൾട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൽ തിയാഗോ അൽമേഡയുടെ കോൺട്രിബ്യൂഷനുകൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ ഒരു ക്ലബ്ബ് ആവശ്യമായി വരികയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് വ്യക്തമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നിലവിൽ അൽമേഡ ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗോയുടെ താരമാണ്. അവിടെ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നത്. ഇപ്പോൾ ലോൺ കാലാവധി പൂർത്തിയായതിനാൽ അദ്ദേഹം വീണ്ടും ബോട്ടഫോഗോയുടെ താരമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് ക്ലബ്ബുകളിലും തുടരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, ലിയോണിന്റെയും ബോട്ടഫോഗോയുടെയും ഉടമസ്ഥർ ഒന്ന് തന്നെയാണ്. അതായത് ഈഗിൾ ഫുട്ബോൾ ഹോൾഡിംഗ്സ് ആണ് ഈ രണ്ട് ക്ലബിന്റെയും ഉടമസ്ഥരായിക്കൊണ്ട് വരുന്നത്. നിലവിൽ പോർച്ചുഗീസ് വമ്പന്മാരായ ബെൻഫിക്ക ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് ഫലം കണ്ടിട്ടുണ്ട്. അതായത് 35 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ആദ്യം ബെൻഫിക്ക ഈ താരത്തിന് വേണ്ടി നൽകിയിരുന്നു. പക്ഷെ അത് നിരസിക്കപ്പെടുകയായിരുന്നു. എന്നാൽ പുതിയ ഓഫർ അത് 40 മില്യൺ യൂറോയുടെ ഓഫറാണ്. അത് ഉടൻ തന്നെ നൽകിയേക്കും. അത് ഇവർ സ്വീകരിച്ചേക്കും എന്നുള്ളതാണ്. രണ്ട് പാർട്ടികളും അഗ്രിമെന്റിൽ എത്തുന്നതിന്റെ തൊട്ടരികിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ അർജന്റീൻ താരത്തെ മിക്കവാറും ഇനി നമുക്ക് പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയിലാണ് കാണാൻ കഴിയുക. ഒരുപാട് അർജന്റീൻ താരങ്ങൾ കളിച്ചിട്ടുള്ള ക്ലബ്ബാണ് ബെൻഫിക്ക. ഏറ്റവും ഒടുവിൽ ഡിമരിയ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതേസമയം നിക്കോളാസ് ഓട്ടമെന്റി ഇപ്പോഴും ബെൻഫിക്കയുടെ താരമാണ്. അദ്ദേഹത്തിനൊപ്പമാണ് ഇപ്പോൾ തിയാഗോ അൽമേഡ ജോയിൻ ചെയ്യാനിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.